പാളിയത് ആർക്കൊക്കെ? ചെമ്പുപാളികളിൽ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണമാണുള്ളത്. ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല, അധികമുണ്ട് താനും. ഇനി ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല, അധികമുണ്ട് താനും. ഇതിനേക്കാൾ വലിയ കോമഡി നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതി പിക്കപ്പ് ചെയ്ത ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഓരോ ആഴ്ചയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, എങ്ങനെയൊക്കെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം അല്ല നടന്നത് എങ്കിൽ പിണറായി തമ്പുരാന്റെ സ്വന്തം പോലീസുകാര് പിണറായി തമ്പുരാന്റെ എന്താ പറയാ എല്ലാവിധ ആശീർവാദത്തോടെയുമാണ് ഈ കേസ് നടത്തിയത് എങ്കിൽ കൈരളി ടി വി പറയുന്നത് പോലെ അന്വേഷണ സംഘം പറയുമായിരുന്നു. വല്ല സംശയമുണ്ടോ? നമ്മുടെ മറ്റേ രത്നകുമാറിനെ അന്വേഷിപ്പിക്കാൻ കൊടുക്കേണ്ടിയിരുന്നു. രത്നകുമാർ, നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച രത്നകുമാർ ഉണ്ടല്ലോ, പി പി ദിവ്യയെ വിശുദ്ധയാക്കിയ ഈ ആരാണ്? രത്നകുമാറാണ് ഇപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ആ മുതലിനെ ഇത് ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു. അയാളാണ് നമ്മുടെ പാലത്തായി കേസ്, അതായത് ADGP ശ്രീജിത്ത് അടക്കം അന്വേഷിച്ച് ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയ പാലത്തായി കേസ് സുഡാപ്പികളുടെ ആവശ്യം മുൻനിർത്തി ഇസ്ലാമിക തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഈ TK രത്നകുമാർ എന്ന് പറഞ്ഞ മുതലാണ് അത് അന്വേഷിച്ചിട്ട് ഒരു പാവം മനുഷ്യനെ ഇപ്പൊ ജയിലിലേക്ക് അയച്ചത്.